അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള വിഭവങ്ങളാണ്. കപ്പ ഈ കപ്പ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ പുഴുതുകൊണ്ട് വന്നതാണ് ഈ കപ്പ. കാരണം ഈ കപ്പ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് വെറും ചാരവും ചാണകപ്പൊടിയും മാത്രം ഇട്ടുണ്ടാക്കിയതാണ്. ഇതിനകത്ത് രാസവസ്തുക്കളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ കപ്പ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ കപ്പ പുഴുങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ വേവിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ഇതിന് നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കും. സാധാരണ കേരളത്തിലെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇതിനെ പറയുന്നത് മരച്ചിനി എന്നാണ്. പക്ഷേ ഇത് വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ ഇത് കപ്പയെന്ന് പറയും, പിന്നെ വേറെ പല പേരുകളിലും അറിയപ്പെടും. കേരളത്തിൽ ആദ്യകാലം മുതൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളതാണ് ഈ കപ്പ. ഇപ്പോൾ കണ്ടെത്തിയെന്ന് പുഴുതുകൊണ്ട് വന്ന ഈ കപ്പ ഞാനിതിനെ ഒടിച്ചെടുക്കുകയാണ്. ഒടിച്ചെടുത്ത് ഇതിൻ്റെ തോല് കളയണ ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് നമ്മൾ ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുകയാണ്. ഇതിനെ നമുക്ക് തോട് കളഞ്ഞെടുക്കാം. ഇത് നമുക്ക് മുറിച്ചവിക്കാം. നമ്മൾ നാട്ടിൽ പറയുന്ന മുറിച്ചവിക്കുക എന്നുള്ളതാണ്. ആ മുറിച്ചവിക്കുന്ന രീതി എങ്ങനെയാണ്, അതിലേക്ക് വേണ്ടി തോല് കളഞ്ഞെടുക്കുന്നതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ തോല് നമ്മൾ ഇളക്കി കളയുന്നു. ഇത് തോല് കളഞ്ഞെടുത്താൽ മാത്രമേ നമ്മൾ ഈ കപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് വരികയുള്ളൂ. പിന്നെ സാധാരണ ആൾക്കാർ തോല് കളയാറില്ലാതെ ഇങ്ങനെ ചെത്തിക്കളയുന്ന പരിപാടിയും ഉണ്ടായത്. പക്ഷേ അവിടെ നമ്മളതല്ല, നമ്മൾ ഇതിനെ തോലിളക്കുന്നു. തോല് ഇളക്കിയതിന് ശേഷം നമ്മൾ മുറുക്കി ചവിക്കാൻ വേണ്ടി നമ്മൾ കൊത്തിയെടുക്കും. ഇപ്പോൾ നമ്മൾ തോലിളക്കുകയാണ്. ഇത് ഏകദേശം നമുക്ക് പറയുന്നത് പോലെയൊന്നുമല്ല. ഇത് എത്രയും വേഗം ഇത് നമ്മൾ തോലെല്ലാം ഇളക്കി മുറിച്ച് കഴുകി പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അത് വെന്ത് വരാൻ എത്രയും വേഗം പുഴും. ഇത് നല്ല കപ്പ ആയതുകൊണ്ട് ഇത് അധികം ഇതിന് സ്റ്റീം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. കപ്പ മുറിച്ച വയ്ക്കുന്നതിലേക്ക് വേണ്ടി ഇപ്പോൾ എല്ലാം തോട് കളഞ്ഞു വെച്ചു. അപ്പോൾ ഈ കപ്പയെ നമ്മൾ ഒന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചിട്ട് കഴുകിയെടുത്ത് നമുക്ക് മുറിക്കാം. അപ്പോൾ കഴുകിയെടുത്ത കപ്പയെ നമുക്ക് ഇനി മുറിച്ചെടുക്കാം. എങ്ങനെ അവിക്കാമെന്നുള്ള രീതിയിൽ, അതായത് മുറിച്ചവിക്കുന്ന രീതിയിൽ. നമ്മളിപ്പോൾ കൊത്തിയിട്ടും മുറിച്ചവിക്കാം, അതേസമയത്ത് ഈ രീതി തന്നെ നീളത്തിനിട്ടും കപ്പ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നീളം വാക്കിനാണ് കപ്പ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചിലത് നമുക്ക് മുറിച്ച് വിടാം. ആവശ്യത്തിനാണ് നമ്മൾ ആവശ്യമായ രീതിയിലാണ് ഇത് സൈസ് അനുസരിച്ചിട്ട് കൊത്തിയെടുക്കുന്നത്. ഈ കൊത്തിയെടുത്ത് ഇത് നല്ല വെന്ത് വരുമ്പോൾ നല്ല വെന്തിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. നല്ല പൂ പോലെ വിടർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി മുറിച്ച് വെച്ച കപ്പ, അതായത് മുറിച്ച് വെച്ച മരച്ചീനി നമ്മളിപ്പം കഴുകി വീണ്ടും അടുപ്പത്തിടാണ്. അടുപ്പിലെ കലത്തിനകത്ത് ഇടും. അപ്പോൾ അത് തിളച്ചതിന് ശേഷം കപ്പ വെന്തതിന് ശേഷം നമ്മൾ പുറത്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ കപ്പ ഒന്നുകൂടെ മുറിച്ച കപ്പയെ കഴുകി കലത്തിലെ വെള്ളത്തിൽ, ചൂടായിരിക്കുന്ന വെള്ളത്തിൽ നമ്മളിടുകയാണ്, തിളച്ച് അത് വേവാൻ വേണ്ടി. വെള്ളം ഇതിൽ ചൂടായി തിളയ്ക്കാറായി. അപ്പോൾ ഞാനിനി കപ്പ കഴുകി ആ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. കപ്പ നമ്മൾ നല്ലവണ്ണം കഴുകി വീണ്ടും കലത്തിലെത്തിയിട്ടു. ഏകദേശം ഈ കലത്തിൻ്റെ 1/4 ഭാഗം കൊണ്ട് വെള്ളമായിക്കൊണ്ട് വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചാൽ അത് ഒരു 10-15 അരമണിക്കൂറിനകം, അതായത് 20-25 അരമണിക്കൂറിനും തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. വെന്തതിന് ശേഷം നമ്മൾ കഴിക്കാൻ പാകത്തിന് അതിനകത്ത് ഉപ്പൊക്കെ തെളിച്ച് അതിൻ്റെ ഭാഗമാക്കിയിട്ടൊക്കെ എടുക്കും. അപ്പോൾ ഇത് തിളച്ച് നല്ല വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കപ്പയെടുത്ത് മുറിച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ കലത്തിനകത്തിട്ടു, വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിപ്പോൾ ഏകദേശം കപ്പയെല്ലാം വെന്ത് കഴിഞ്ഞു. വെന്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അടപ്പെടുത്തിട്ട് നമുക്ക് നോക്കാം കപ്പ എത്രത്തോളം വെന്തു എന്നുള്ളത് നോക്കാം. കപ്പ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് കഴിക്കേണ്ട പാകത്തിലാക്കിയെടുക്കാം.
ഇനി ഞാൻ കപ്പ വാർത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് പിന്നെ വാർത്തിട്ട് പ്ലേറ്റിലേക്ക് തട്ടി വയ്ക്കും. അപ്പോൾ ഇപ്പോൾ കപ്പ ഞാൻ വെള്ളം വാർക്കാൻ വേണ്ടി ബേസിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ വെള്ളം വാർന്ന കപ്പ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നു. ഇപ്പോൾ കപ്പ മാത്രം നമ്മൾ വേവിച്ച് വെച്ചാൽ അല്ലെങ്കിൽ പുഴുങ്ങി വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശാല ഉപ്പ് കൂടെ തളിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഈ കപ്പയിൽ നമുക്കുണ്ടാവും. അപ്പോൾ അതുപോലെ ഞാൻ ശാല ഉപ്പ് കലക്കി ഈ കപ്പയിലേക്ക് തളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉപ്പുവെള്ളം തളിച്ച് കഴിഞ്ഞു. ഈ ഉപ്പുവെള്ളം മിക്സ് ആവാൻ വേണ്ടി, അതായത് കപ്പയിലേക്ക് പിടിക്കുന്നതിലേക്ക് ഞാൻ എടുത്തത് അത് മിക്സ് ചെയ്യുന്നു. വേവിച്ച കപ്പ അതിമനോഹരമായിട്ട്, അതായത് ഉപ്പുവെള്ളം കൂടെ തളിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായി മാറിക്കഴിഞ്ഞു. പാത്രത്തിലേക്ക് നിറയ്ക്കുകയാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് കപ്പയും മീൻ കറിയുമായിട്ട് നമുക്ക് കൊടുക്കാം.